നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപവാദ പ്രചരണം വെറുമൊരു വാക്കല്ല, നിശബ്ദമായ ഒരു നരഹത്യയാണ്. അനിഷ്ടമുള്ളവർ കെട്ടിച്ചമയ്ക്കുന്ന കഥകൾക്ക് നമ്മുടെ സ്വഭാവത്തിന്റെയോ സത്യത്തിന്റെയോ പിൻബലമുണ്ടാവില്ല. ഒരാളോട് ക്ഷമിച്ചുകൊണ്ട് നല്ല മനുഷ്യനാകാം, എന്നാൽ അവരെ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വിഡ്ഢിയാകരുത്. ഒരാൾക്ക് മാപ്പ് നൽകാം, പക്ഷേ പഴയ സ്ഥാനം നൽകരുത്. ചിലർ നമ്മുടെ ക്ഷമയ്ക്കർഹരാണ്, പക്ഷേ അവർ നമ്മുടെ വിശ്വാസത്തിന് അർഹരല്ല. ചതി അവരുടെ സ്വഭാവമാണ്, ക്ഷമ നമ്മുടേതും. വീണ്ടും വിശ്വസിക്കുന്നത് ബുദ്ധിയുടെ അഭാവവുമാണ്. അമ്മ എന്ന താരസംഘടനയുടെ ചതിയിലും വഞ്ചനയിലും അകപ്പെട്ട് നീറിപ്പുകയുന്ന ചില താരങ്ങളുടെ അനുഭവ കഥകളുടെ നേർക്കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അമ്മയിൽ ഇപ്പോൾ നടക്കുന്ന തമ്മിലടിയും കലഹവും കാണുമ്പോൾ അമ്മയിലെ ഭാരവാഹികളാണോ വിഡ്ഢികൾ, അതോ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മളാണോ വിഡ്ഢികൾ എന്ന് തോന്നിപ്പോവുകയാണ്. ഇത് പറയുവാനുള്ള കാരണം അമ്മയുടെ ജനറൽ ബോഡി കൂടിയ ദിവസം ജനങ്ങളോട്, പബ്ലിക്കിനോട് വിളിച്ചു പറയുന്നു, അമ്മ ഭരണസമിതി രാജിവെച്ചു. ശ്വേതാ മേനോൻ എന്ന ഞാൻ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. എന്റെ പ്രാഥമിക അംഗത്വവും ഞാൻ രാജിവെച്ചിരിക്കുന്നു. എന്റെ ഭരണസമിതിയിലുള്ള 17 അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു. അവർ കൂട്ടിച്ചേർക്കുന്നു, പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞതുപോലെ ഇന്ന് എനിക്കും തോന്നി. സംഘടനയെ കുറ്റാരോപിതരായ ആളുകൾക്ക് വിട്ടുകൊടുക്കുവാനുള്ള ശ്രമം നടക്കുന്നു. ജനറൽ ബോഡി വിളിച്ചുകൂട്ടിയ അമ്മയുടെ പ്രസിഡന്റ് അംഗങ്ങളെ എല്ലാം നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് അവർ വിളിച്ചുകൂട്ടിയ ജനറൽ ബോഡി യോഗം പൂർണ്ണതയിൽ എത്തിക്കാതെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇറങ്ങി വന്നാണ് ഈ ഡയലോഗുകൾ വെച്ച് കാച്ചിയിട്ട് കടന്നു കളഞ്ഞത്. നാഥനില്ല കളരിയാക്കി മാറ്റിയ, പെട്ടെന്ന് അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട അമ്മയിലെ മക്കൾ തീരുമാനിക്കുന്നു അമ്മയെ സംരക്ഷിക്കാൻ താൽക്കാലികമായി ഒരു അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിക്കാൻ. അതിന് ബലിയാടാകേണ്ടി വന്നതോ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട പിഷാരടിയും. സാധാരണ സിനിമയിൽ പ്രേക്ഷകരെ ആകാംക്ഷഭരിതരാക്കുന്ന രംഗങ്ങളും ട്വിസ്റ്റുകളും ഗംഭീര ക്ലൈമാക്സുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തരം രംഗങ്ങളൊക്കെ സിനിമയിൽ അഭിനയിച്ചു കൊഴുപ്പിക്കുന്ന നടീനടന്മാർ അവരുടെ സംഘടനയിലും ഇത്തരം രംഗങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ. സിനിമയിലാണെങ്കിൽ ക്ലൈമാക്സോടെ അതിനൊരു അവസാനവുമുണ്ട്. ഇവിടെയാണെങ്കിൽ കഥയ്ക്ക് ഒരു അവസാനമില്ല. പൊതുജനങ്ങളിൽ ജിജ്ഞാസ വർദ്ധിപ്പിക്കും വിധം 2ാം ഭാഗവും 3ാം ഭാഗവും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇനി എന്തായിരിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് പലരും. രാജിവെച്ച് മുങ്ങിയ പ്രസിഡന്റ് കുറച്ചു നാളുകൾ പിന്നിട്ടപ്പോൾ ഇതാ പൊങ്ങിയിരിക്കുന്നു, ഞാൻ ഔദ്യോഗികമായി രാജിവെച്ചിട്ടില്ല, അതിനാൽ തന്നെ അഡ്ഹോക് കമ്മിറ്റിക്ക് തുടരുവാനുള്ള അർഹതയുമില്ല. പലതും മാറ്റിയും മറിച്ചും സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായത് കൊണ്ട് വെറുതെ വന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ശ്വേത നിയമത്തെ കൂട്ടുപിടിച്ച് കോടതി വിധിയുമായിട്ടാണ് ഇക്കുറി എത്തിയത്. ഉടൻ കഥയ്ക്ക് മറ്റൊരു ട്വിസ്റ്റ് വന്നു. പിഷാരടിയുടെ തലയിൽ അണിയിച്ചു കൊടുത്ത മുൾക്കിരീടം എടുത്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടി രക്ഷപ്പെടുന്നു. ഈ സസ്പെൻസും ട്വിസ്റ്റുകളും ഒക്കെ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒരു ചാകര തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അൻസിബയുടെ ടിനി ടോമിനെതിരെയുള്ള കേസിൽ കഴമ്പില്ല എന്ന പോലീസിന്റെ വാദം. അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് കോടതി വിധി വാങ്ങി ടിനി ടോമിനെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് അൻസിബ. അൻസിബ അഭിനയിച്ച ദൃശ്യം 1-ലെ ഒരു രംഗമുണ്ടല്ലോ, തന്നെ ഉപദ്രവിക്കാൻ വന്നവനെ തലക്കടിച്ചു കൊല്ലുന്ന രംഗം. ആ രംഗമോർത്ത് ടിനി ടോം രാത്രികാലങ്ങളിൽ പേടിച്ച് ഞെട്ടി ഉണരാറുണ്ടെന്ന് മിമിക്രിക്കാർ പലരും പറയുന്നുണ്ട്. ഒരു പ്രതികാര ദുർഗയായി മാറിയ അൻസിബയുടെ പോരാട്ടം ഇവിടം കൊണ്ടും അവസാനിച്ചില്ല. തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അപമാനിച്ച ലക്ഷ്മിപ്രിയയെയും ഭർത്താവിനെയും മാത്രമല്ല, തനിക്ക് നീതി നൽകാത്ത വനിതാ എസ്ഐയെയും കോടതി കയറ്റി വെള്ളം കുടിപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഇതുകൊണ്ടൊന്നും അൻസിബ നിർത്തിയില്ല. തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മദ്യപാനിയായും അവിഹിത വേഴ്ച നടത്തുന്നവളായും കെട്ടുകഥകൾ ഇറക്കി പൊതുമധ്യത്തിൽ ആക്ഷേപിച്ച് ആനന്ദിച്ച ലക്ഷ്മിപ്രിയക്കെതിരെ മറ്റൊരു കേസുമായി അൻസിബ നീങ്ങിയിരിക്കുകയാണ്. ഈ രംഗങ്ങളൊക്കെ തമാശയായി കാണേണ്ടതല്ല. ഒരു പാവം പെൺകുട്ടിക്ക് നേരെ നടന്ന കണ്ണില്ലാത്ത, മനസാക്ഷിയില്ലാത്ത ക്രൂരതകൾ കാട്ടിയതിന്റെ അനന്തര ഫലങ്ങളാണെന്ന് ഓർക്കുക. ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചേ മതിയാകൂ. അൻസിബ പതുങ്ങി ഒളിച്ച പുലിയല്ല, തല ഉയർത്തി നിന്നുകൊണ്ട് വേട്ടക്കാരെ വീഴ്ത്തിയ ധീരയായ പെൺപുലിയാണ്. ഈ കഥയിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഉണ്ടാക്കിയ ഒരു മുഴുനീള കഥാപാത്രമുണ്ട്. അതാണ്
നമ്മുടെ മാലാപാർവതി. അപ്രസക്തമായ ഒരു കഥാപാത്രമായിരുന്ന മാലാപാർവതി ഇപ്പോൾ പ്രസക്തമായി മാറി. കഥയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു. പ്രസിഡന്റായി ശ്വേതയും സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും അമ്മയുടെ നേതൃസ്ഥാനത്തെത്താൻ അഹോരാത്രം പണിപ്പെട്ട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണവർ. ഇവർക്ക് വേണ്ടി ഒരുപാട് കല്ലേറുകൾ മാലാപാർവതി ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. എന്നാൽ ഇവരുടെയൊക്കെ തനി ഗുണം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മാലാപാർവതി പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് സത്യത്തിന്റെ ഭാഗത്ത്, നേരിന്റെ ഭാഗത്ത് നിലയുറപ്പിച്ചു. ഈ കഥാപാത്രം ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നിടത്തൊക്കെ കയ്യടി ഏറ്റുവാങ്ങുകയാണ്. അൻസിബ പലരെയും മതം മാറ്റാൻ ശ്രമിച്ചു. അവർ മത തീവ്രവാദിയാണെന്ന് ചാപ്പകുത്താൻ പലരും ശ്രമിച്ചപ്പോൾ ഇത് പൊതുസമൂഹത്തിനിടയിൽ ഗൗരവമേറിയ ചർച്ചയായി. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയവർ അങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചപ്പോൾ പൊതുസമൂഹത്തോട് നീനാക്കുറുപ്പ് മാത്രമല്ല മാലാപാർവതിയും ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. നീനാക്കുറുപ്പ് പറഞ്ഞത് ടിനി ടോം പറഞ്ഞു എന്നതാണെങ്കിൽ മാലാപാർവതി പറയുന്നു അവരോട് പറഞ്ഞത് ശ്വേതാ മേനോനാണെന്ന്. നിങ്ങൾ ഉന്നയിച്ച ഈ ആരോപണം എത്ര ഗുരുതരമാണെന്നറിയാമോ? ഇത് ശരിയല്ല. ഞാനിത് പൊതുസമൂഹത്തോട് പറയുമെന്ന് പറഞ്ഞ മാലാപാർവതിക്ക് നേരെ ഭീഷണികൾ ഉയർത്തി ശ്വേത. മാലാപാർവതിയെ മലയാള സിനിമയിൽ വെച്ച് പൊറുപ്പിക്കില്ല, നിഷ്കാസനം ചെയ്ത് കളയുമെന്ന്. ഇക്കാര്യം ഞാൻ പറയുന്നതല്ല, പൊതുസമൂഹത്തോട് മാലാപാർവതി തന്നെ തുറന്നു പറഞ്ഞതാണ്. ഈ കഥയിൽ പ്രധാന വില്ലന്മാർ പവർ ഗ്രൂപ്പാണെന്നാണ് ശ്വേത പറയുന്നത്. ആ പവർ ഗ്രൂപ്പിനെ അവർ പൊതുമധ്യത്തിൽ തുറന്നു കാട്ടി എന്നവർ അവകാശപ്പെടുന്നുമുണ്ട്. ഇവിടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തവരാണ് ശ്വേതാ മേനോനും കൂട്ടരും. ഇന്നിപ്പോൾ അമ്മയിലുള്ളത് പവർ ഗ്രൂപ്പിനേക്കാളേറെ ചവർ ഗ്രൂപ്പാണെന്നുള്ളതാണ് സത്യം. ശ്വേത പ്രസിഡന്റ് ആയത് ഇപ്പറഞ്ഞ പേരുകാരായ പവർ ഗ്രൂപ്പിന്റെ ശക്തമായ പിന്തുണയോടുകൂടിയാണെന്നുള്ളത് ശ്വേത മറക്കാൻ പാടില്ല. കുറച്ചു നാളുകൾക്ക് മുൻപ് അമ്മയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്ത സമയത്ത് ശ്വേത പറഞ്ഞു അമ്മയെ രക്ഷിക്കാൻ സത്യസന്ധനും നീതിമാനുമായ ഇടവേള ബാബുവിനെ തിരികെ കൊണ്ടുവരണമെന്ന്. ഇപ്പോൾ ഇടവേള ബാബുവിനെ കുറിച്ച് പറയുന്നു ആരോപണ വിധേയർ അമ്മയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു, അമ്മയെ കൈക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന്. മറ്റൊരു ഗുരുതരമായ ആരോപണം ശ്വേത ഉയർത്തിയത് ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായ ഇടവേള ബാബു, ബാബുരാജ്, സിദ്ദീഖ് തുടങ്ങിയവർ അമ്മയെ ഭരിച്ച കാലഘട്ടത്തിൽ പണത്തിന്റെ കണക്കുകളിൽ വലിയ തിരിമറി നടത്തിയിട്ടുണ്ട്. അതൊന്നും തന്നെ സുതാര്യമായിരുന്നില്ല. ഇതൊക്കെ പറയാൻ ശ്വേതയോട് ജനറൽ ബോഡി കണക്ക് ചോദിക്കും വരെ കാത്തിരുന്നതിന്റെ യുക്തിയും നീതിബോധവുമാണ് മനസ്സിലാകാത്തത്. എന്തൊക്കെ ന്യായങ്ങൾ നിരത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ശ്വേതയെ കൊണ്ട് കണക്ക് പറയിക്കാതെ വിടുന്ന പ്രശ്നമേ ഇല്ലെന്നാണ് മാലാപാർവതിയും കൂട്ടരും പറയുന്നത്. ഈ കഥയിൽ ട്വിസ്റ്റുകളും കോമഡിയും കരളലിയിക്കുന്ന കഥനകഥകളും ഗുണ്ടായിസവും ഫൈറ്റും ഒക്കെ ഉണ്ട്. എന്നാൽ അതോടൊപ്പം രാഷ്ട്രീയം കൂടി കലർത്തിയപ്പോൾ കഥ ആകെ ജഗപുകയായി. ജനറൽ ബോഡിയിൽ ബാബുരാജ് ചോദിക്കുന്നു ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളെ അമ്മയിൽ നിന്ന് നൽകാമെന്ന് പറഞ്ഞ് 2 കോടി രൂപ ശ്വേത വാങ്ങിച്ചു എന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തണമെന്ന്. ആ ചോദ്യത്തിന് യാതൊരു മറുപടിയും പറയാതെ ശ്വേതാ മേനോൻ സ്ഥലം കാലിയാക്കുകയാണ് ഉണ്ടായത്. പണ്ടൊരു കോൺഗ്രസ് നേതാവിനിട്ട് പണി കൊടുത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് മങ്ങലേൽപ്പിച്ച കഥ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ക്ലാസിക്കലായി പണി കൊടുത്ത് ഒതുക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് നേതാവും നടനും MLA-യും ഒക്കെയായ രമേശ് പിഷാരടിയെയാണ്. പിഷാരടിയും ശ്വേതാ മേനോനുമായിട്ടുള്ള ഒരു സൗഹൃദപരമായ സ്വകാര്യ സംഭാഷണത്തിന്റെ ശകലങ്ങൾ അടർത്തിയെടുത്ത് പൊതുമധ്യത്തിൽ ഇട്ടുകൊടുത്തു. ശ്വേതയും പിഷാരടിയും തമ്മിൽ അടുത്ത സുഹൃത്ത് ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരമൊരു സൗഹൃദ ബന്ധത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു ചതി, വിശ്വാസവഞ്ചന പിഷാരടിയോട് ചെയ്തത്. അമ്മയിൽ നടക്കുന്ന സംഭവങ്ങൾ, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ പറയുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്ത അതിന്റെ പ്രസിഡന്റായ ശ്വേത തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് ഓർക്കുക. അമ്മയിൽ ഇപ്പോൾ നിയമ പോരാട്ടവും കേസുകളുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. കൊള്ളയും കൊള്ളിവെപ്പും പിടിച്ചുപറിയും കൂടാതെ വഞ്ചന, ചതി, അവിഹിതം, വ്യക്തിഹത്യ, രാഷ്ട്രീയ ആക്ഷേപം, ജാതി മത തീവ്രവാദ ആക്ഷേപം എന്ന് വേണ്ട കേസുകളുടെ ഒരു നിര തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ അമ്മയുടെ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക കോടതി തന്നെ സ്ഥാപിക്കേണ്ടതായി വരും. അമ്മയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട നടി പാർവതി തിരുവോത്ത് ഇപ്പോൾ നടക്കുന്ന തമ്മിൽ തല്ല് കണ്ട് ഭയന്നിട്ടാകാം അവർ പറഞ്ഞത് അമ്മയാകാൻ ഞാനില്ല, അമ്മയല്ലാത്തതാണ് എന്റെ അമ്മത്വമെന്ന്. അമ്മ എന്ന പരിപാവനമായ 2 അക്ഷരത്തെ, വികാരത്തെ ഭയപ്പെടുത്തുന്ന ഓർമ്മയാക്കി മാറ്റുകയാണോ ഇവരൊക്കെ ചേർന്ന് എന്ന് തോന്നിപ്പോവുകയാണ്. കഴിവുറ്റ ധാരാളം സ്ത്രീകൾ അമ്മയിലുണ്ട്. അവരെ ഒന്നും നേതൃനിരയിലേക്ക് എത്തിക്കാതിരിക്കാൻ കൈനീട്ടം എന്ന കൂച്ചുവിലങ്ങിട്ട് അവരെ ബന്ധിച്ചിരിക്കുകയാണ്. ഈ ചങ്ങല പൊട്ടിച്ചെറിയുവാൻ അമ്മയിലെ വൈലോയിൽ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമായി വന്നിരിക്കുന്നു.
വന്നിരിക്കുകയാണ്. കൈനീട്ടം വാങ്ങുന്നവർ അമ്മയുടെ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്ന ആശയം ഏതോ ഒരു മനുഷ്യത്വമില്ലാത്ത വൃത്തികെട്ടവന്റെ തലയിൽ ഉദിച്ച ആശയമാണ്. ഇവരെയൊക്കെ രണ്ടാംകിട പൗരന്മാരായി കാണുന്ന ഈ പ്രവണത പൊളിച്ചെഴുതേണ്ടതാണ്, ഉടച്ചു വാർക്കേണ്ടതുമാണ്. അമ്മയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിന് വേണ്ടി തിരശീലയ്ക്ക് പിന്നിൽ തയ്യാറെടുക്കുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കൾക്കും കഥയ്ക്കും തിരക്കഥകൾക്കുമൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ഭാഗത്തിന്റെ റിലീസ് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.